ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഒരു ദിവസമെങ്കിലും എൻ്റെ മകൻ എല്ലാവരുടെ മുമ്പിലും ജയിച്ച് കാണണമെന്ന് അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് കമലം എന്നിങ്ങനെ പറയുമ്പോൾ കമലം മാഷിനെ കെട്ടിപ്പിടിച്ച് വെച്ച് കരയുകയാണ് ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ വേദ റൂമിനകത്ത് ഇരുട്ടത്ത് ഇരിക്കുകയാണ്, ലൈറ്റൊന്നും ഇടാതെ. അപ്പോൾ നമ്മുടെ ശ്രീജ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ലൈറ്റൊന്നും ഇടാതെ ഇരുട്ടത്ത് വന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് ശ്രീജ അടുത്ത് വന്നിരുന്ന് ഓരോ വിശേഷങ്ങൾ തിരക്കുകയാണ്. അതിനുശേഷം ശ്രീജയോട് വേദ ചോദിക്കുകയാണ്, ചേച്ചി എന്നോട് സത്യം പറ ചേച്ചി, എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. അപ്പോൾ ശ്രീജ ചോദിക്കും, എന്താണ് അത്? ഞാൻ വിക്രമിൻ്റെ റൂമിൽ കയറിയപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റിലും മെഡലുകളും ഞാൻ കണ്ടു. കോളേജിലും സ്കൂളിലുമൊക്കെ ഇത്രയും ടോപ്പറായ ആൾ എങ്ങനെയാണ് ചേച്ചി ഗുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുകയാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വിക്രം ഇങ്ങനെയല്ലായിരുന്നു. ഒരു നല്ല ഹാൻഡ്സമായ ഒരു പയ്യനായിരുന്നു, നല്ല ചുള്ളനായിരുന്നു. എല്ലാവർക്കും അവൻ്റോട് ഇഷ്ടമായിരുന്നു. ഇന്ന് കാണുന്ന അച്ഛനും മോനും അല്ലായിരുന്നു അന്ന് അച്ഛനും മോനും നല്ല ജോളിയായ ഫ്രണ്ട്സായിരുന്നു. അന്ന് എല്ലാവർക്കും സംശയമായിരുന്നു ഇത് അച്ഛനും മോനും ആണോ എന്നുള്ള കാര്യം. അവരച്ഛനും മോനും നല്ല ഫ്രണ്ട്സായിരുന്നു. അവൻ എന്നെ ഏട്ടത്തി അമ്മയായിട്ടല്ല കണ്ടിരുന്നത്, അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. അവൻ അത്രയ്ക്ക് നല്ല കുട്ടിയായിരുന്നു. അവൻ സ്കൂളിലും നല്ല ടോപ്പറായിരുന്നു. അപ്പോൾ എന്താണ് ഏട്ടത്തി വിക്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അതെനിക്കറിയണം, അറിഞ്ഞേ തീരൂ എന്ന് ശ്രീജയോട് വേദ പറയുന്നു. അപ്പോൾ ശ്രീജ ഒരു ദിവസം വിക്രം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അമ്മ വരികയാണ്. അമ്മ വന്നിട്ട്, ശ്രീജ നിനക്ക് ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ദാ പോകുന്നു അമ്മേ എന്ന് പറയും. എന്നിട്ട് വേദയുടെ മോൾ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു വേദയോട്. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മയും പോകുന്നു. പിറ്റേ ദിവസം വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ തോർത്താനിടുമ്പോൾ അമ്മ കാപ്പിയുമായിട്ട് വന്നിട്ട്, ഇതാ മോളെ കാപ്പി എന്ന് പറഞ്ഞ് വേദയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് കമലം വേദയോട് പറയണം, മോളെ ഇനി ഈ ഹാളിൽ കിടക്കണ്ട, മോൾ ഇനി തട്ടുംപുറത്ത് ഞാനൊരു കട്ടിൽ കൊണ്ടിടാം, എന്നിട്ട് മോൾ അവിടെ കിടന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അച്ഛനെ അറിയുന്നെങ്കിലും അമ്മയെന്ന് ചോദിക്കുമ്പോൾ കമലം പറയണം, അച്ഛനെ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മോളെ, നീ ഇനി അങ്ങ് അവിടെ കിടന്നാൽ മതി എന്ന്. അപ്പോൾ എന്നെ മരുമകളായ അമ്മ അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കമലം പറയുകയാണ്, ഇത്രയും പിടിവാശിക്കാരിയായ മകളാകുമ്പോൾ മരുമകളാകുമ്പോൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് കമലം പറയും. ഇത് കേട്ടോണ്ട് നന്ദിനി നിൽക്കുകയാണ്. ദേഷ്യം വരെയാണ്. മുത്തശ്ശി എപ്പോഴും പറയുകയായിരുന്നു, നിനക്ക് നല്ലൊരു അമ്മാവി അമ്മയെ കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ് കിട്ടിയത്. എങ്കിൽ ഞാൻ അമ്മയോടൊരു ചോദ്യം ചോദിക്കാം, സത്യം പറയൂ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ കമലം പറയുകയാണ്, ഇന്നലെ മോള് ശ്രീജയോട് ചോദിച്ച ആ ചോദ്യമല്ലേ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പം നമ്മളുടെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞിട്ട് ആ കമലം എഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിരുമ്പോൾ നന്ദിനി അവിടെ നിന്ന് കേട്ടോണ്ട് നിന്നിട്ട്, ഇതിങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം രാധേനെ ഫോൺ വിളിക്കുകയാണ്. ആ നന്ദിനിയേട്ടത്തി എന്താ വിശേഷം എന്ന്, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ അവിടെ ഇരുന്നോ, അവളിവിടെ മരുമകളാനുള്ള സ്ഥാനമൊക്കെ പിടിച്ചു പറ്റുകയാണ്. ഇവിടെ അമ്മ അവൾക്ക് മുറിയെല്ലാം കൊടുത്തു, നീ അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നോ, നീ ഇവിടെ വരുമ്പോൾ അവളിവിടെ സ്ഥാനമൊക്കെ പിടിച്ചു പറ്റും. ഇപ്പോൾ അവൾ അമ്മയെ കയ്യിലെടുത്തു, ഇനി നാളെ അച്ഛനെയും കയ്യിലെടുക്കും, അത് കഴിഞ്ഞിരുമ്പോൾ വിക്രത്തിനെയും കയ്യിലെടുക്കും. അപ്പോൾ നിൻ്റെ കാര്യം എന്താകും? വിക്രം അവളെ അംഗീകരിക്കുകയൊന്നുമില്ല, വിക്രത്തിൻ്റെ മനസ്സിലൊന്നും അവൾ കയറിക്കൂടില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, അത് നിൻ്റെ വെറുതെ ഒരു തോന്നലാണ് മോളെ, ആണുങ്ങളുടെ മനസ്സാണ് എപ്പോഴാണ് മാറണതെന്ന് അറിഞ്ഞുകൂടാ. അവൾ എന്നേലും വിക്രത്തിന് മനസ്സിലേക്ക് കയറി പറ്റുക തന്നെ ചെയ്യും. അവൾ നിന്നെപ്പോലെയല്ല, കോടീശ്വരൻ്റെ മോളാണ് എന്ന് പറയുമ്പോൾ രാധ വീട്ടിലേ നോക്കുകയാണ്. നോക്കി സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, മാത്രവുമല്ല അവൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നിന്നെക്കാളും സുന്ദരിയാണ്, നീയോ? അപ്പോൾ രാധ ഏട്ടത്തി എന്ന് വിളിക്കുന്നു. വിക്രം പോകുന്ന വഴിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാധയാണെങ്കിൽ ദേഷ്യത്തിൽ ഓട്ടോ എടുത്ത് പോവുകയാണ്. ഇത് കഴിഞ്ഞ് എന്തിന് സിറ്റൗട്ട് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിനയം വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ തുള്ളുകയും ചാടുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഡീ നമുക്ക് കോളടിച്ച് നീ എല്ലാവരെയും വിളിക്കുകയെന്ന്. അപ്പോൾ നന്ദിനി ഇങ്ങേരിക്കും എന്താ ഭ്രാന്തായോ? എല്ലാവരെയും വിളിക്കുക, അമ്മ അച്ഛ എന്നിങ്ങനെ വിളിക്കുമ്പോൾ അച്ഛനല്ല ബാക്കി എല്ലാവരും ഓടി വരികയാണ്. വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഗോവയ്ക്കൊരു ട്രിപ്പ് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ വേദയും അവിടെ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെന്താ തലയ്ക്ക് സുഖമില്ല എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, തലയ്ക്ക് സുഖമില്ലാത്തതൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്, അതെവിടെയാണ്, ഗോവയ്ക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും യാത്ര പോകാൻ റെഡി ആയിക്കോ എന്ന് പറയും. ഇതൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ അമ്മ ചോദിക്കുക, അതെന്താ ഗിഫ്റ്റ് വൗച്ചർ? അതൊരു ഡീല് നടപ്പിലാക്കി കൊടുത്തപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായി, പണിയില്ലാതിരുന്ന ഏട്ടൻ വരെ ഉഷാറായി, കണ്ട അമ്മേ നമുക്ക് പോകുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കണം എന്ന് പറയും. ഇത് കഴിഞ്ഞിരുമ്പോൾ ഇതിന് ചോദിക്കുകയാണ്, ട്രെയിനിലല്ലേ പോകുന്നത്, ഒരുപാട് കാശൊക്കെ ആവൂലേ എന്ന് പറയും. അപ്പോൾ വിനയം പറയുകയാണ്,
ട്രെയിനിലോ? നമ്മൾ ഫ്ലൈറ്റിലാണ് പോകണം, ഫ്ലൈറ്റിൽ. നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ മോനെ വേദയും വിക്രമം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ വേദയെ വീട്ടിലെ അംഗമായി ആരും കണക്കാക്കിയിട്ടില്ലല്ലോ, പിന്നെ വിക്രത്തെ കൂട്ടിയാൽ അച്ഛൻ ഒരിക്കലും വരില്ലല്ലോ, അച്ഛൻ വരാത്ത പരിപാടിക്കൊന്നും ഞാനില്ല അമ്മ എന്നിങ്ങനെ വിനയം പറഞ്ഞിട്ട് വേദയും വിക്രത്തെ എന്തായാലും കൊണ്ടുപോകുന്നില്ല. അവരുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ പോകാനുള്ളവർ റെഡി ആയിക്കോ എന്ന് വിനയൻ ഇങ്ങനെ പറയുകയാണ്. സങ്കടത്തിൽ അമ്മ വേദയെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ്. പോകുമ്പോൾ നന്ദിനിയാണെങ്കിൽ റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് വിനയൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ മനുഷ്യ നിങ്ങൾ വല്ല മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കാശ് വന്നത്? നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് വല്ലതും തുടങ്ങിയോ? ഇത്രയും നല്ല കാശ് കിട്ടാൻ വേണ്ടി? എടി അതൊന്നുമല്ല, ഒരു ഡീല് നടത്തി കൊടുത്തതിന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. എടി ഇതൊരു ഗിഫ്റ്റ് വൗച്ചർ തന്നെയാണ്. അപ്പോൾ നന്ദിനി പറയുകയാണ്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഞാൻ കേട്ടിട്ടില്ല, അത് ലക്ഷങ്ങൾ കയ്യിൽ വരുമ്പോൾ കിട്ടുന്ന ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ നന്ദിനി ചോദിക്കും, ലക്ഷങ്ങളോ? ആണ് സംഭവം എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് മാത്രം പറയാം, നീ വേറെ ആരുടെടുത്തും പറയരുത്. വേദയുടെ ചേട്ടനും ചേട്ടത്തിയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു, അവർക്കൊരു സഹായം ആവശ്യമായുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സ്ഥലം വിൽക്കാനോ വാങ്ങിക്കാനോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയും, സ്ഥലം വാങ്ങിക്കാനും വിൽക്കാനുമല്ല, ഞങ്ങൾക്ക് വേറൊരു കാര്യമാണ്, ഞങ്ങളുടെ വേദയെ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയും. കുട്ടി അവിടെ നിന്ന് പോവാത്തതിന് ഞങ്ങളെന്ത് ചെയ്യാൻ? ആ കുട്ടിയെ എടുത്ത് പുറത്ത് കളയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, എനിക്ക് വിലയില്ലെങ്കിൽ നാട്ടിൽ അച്ഛന് നല്ലൊരു വിലയുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാതെ ഇരിക്കുന്നത്. പേര് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ അനിയത്തിക്ക് എന്താ വല്ല തലയ്ക്ക് വല്ല അസുഖമുണ്ടോ എന്നിട്ട് ഈ താലിയും പൊക്കി പിടിച്ച് അവിടെ ഇരിക്കുന്നത്? ഉള്ളത് കൊണ്ടല്ലേ അവിടെ അവൾ ഇരിക്കുന്നതെന്ന് വർഷ പറയും. അപ്പോൾ വിനയൻ ചോദിക്കുകയാണ്, അതിന് ഞാനെന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഒരു ഡീലുണ്ട്, അത് ആരും കേൾക്കാതെ പതുക്കെയാണ് ആ ഡീൽ സംസാരിക്കുന്നത്. കാര്യം നന്ദിനിയോട് പറയുകയാണ്. അപ്പോൾ നന്ദിനിക്ക് വിശ്വാസമല്ല. എന്നിട്ട് നന്ദിനി പറയുകയാണ്, എന്നാലും അവൾ ഇവിടെ നിന്ന് പോകുമോ? അപ്പോൾ വിനയൻ പറയുകയാണ്, അവൾ ഇവിടെ നിന്ന് പോയാലല്ലേ നിനക്ക് അവളെ കൊണ്ടുള്ള ശല്യം ഒഴിവാവുകയുള്ളൂ. അവൾ പോവുകയും ചെയ്യും, 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും ചെയ്യും. 5 ലക്ഷം രൂപയോ? അത് കാശാട്ടി തന്നെ കിട്ടുമോ? പിന്നെ അല്ലാതെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും പറ്റില്ല, 5 ലക്ഷം രൂപ കയ്യിൽ തന്നെ തരണമെന്ന്. എന്തായാലും കുഴപ്പമില്ല, 5 ലക്ഷം രൂപ എൻ്റെ ഒന്ന് കാണിക്കണേ, 5 ലക്ഷം രൂപ നേരിട്ട് കാണാനുള്ള കൊതി കൊണ്ടാ എന്നൊക്കെ നന്ദിനി പറയുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേട്ടനാണ് പറയുകയാണ്, നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, നീ ശ്രീനിവാസ സാറിൻ്റെ മരത്തടിയിലോ ഏതെങ്കിലും കമ്പനിയിലോ എവിടെയെങ്കിലും നീ ജോലി നോക്ക്, നീ ഇപ്പോൾ ഒറ്റാന്തടിയല്ലോ, ഒരു പെണ്ണ് കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. നീ ഇപ്പോൾ ഒറ്റാന്തടിയല്ല, ഒരു പെൺകൊച്ചു കൂടെ ഉള്ളതാണ്, അതിനും കൂടി നിൻ്റെ അച്ഛൻ ചിലവന് കൊടുക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രത്തിനാണെങ്കിൽ നല്ല ദേഷ്യമാണ് വരുന്നത്. എന്തോ എടുത്ത് അറിയാൻ നോക്കുമ്പോൾ രാധയുടെ ഓട്ടോയുടെ അടുത്താണ് വന്ന് വീഴുന്നത്. അപ്പോൾ രാധ ചോദിക്കും, എന്താ വിക്രമേട്ട, ഇപ്പോൾ എൻ്റെ ഓട്ടോയുടെ ചില്ല് പോയെങ്കിൽ എനിക്കിപ്പോൾ 2000 രൂപ പോയി കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് രാധ. ഇനിയിപ്പോൾ വിക്രമേട്ടൻ്റെ തീരുമാനം എന്താണ്, അത് അറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാജേട്ടനും പറയും, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്, ഇവൻ്റെ തീരുമാനം എന്താണെന്ന്. ദേ എന്നെ മറന്ന് അവളെ വല്ലതും കെട്ടാമെന്ന് വിചാരിച്ചാൽ നോക്കിക്കോ, നീ വേഗം ഞാൻ പറയുന്ന അനുസരിക്ക് എന്ന് വിക്രത്തിനോട് രാധ പറയുകയാണ്. വിക്രം എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇറങ്ങിയതിന് ശേഷം എന്നെ വിവാഹം ചെയ്യണം, എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വീടെടുത്ത് താമസിക്കാമെന്ന് രാധ പറയുമ്പോൾ രാജേട്ടൻ ചോദിക്കുന്നു, ഇനി നിന്നെയും കൂടി വിവാഹം കഴിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേദ പറയും, അതിനെന്താ, അവളെ വിവാഹം ചെയ്തില്ലേ, അതുപോലെ എന്നെയും വിവാഹം ചെയ്യണം എന്ന് പറയും. ഇത്രയും നാളത്തെ എൻ്റെ സ്നേഹവും പ്രേമവും എല്ലാം കളഞ്ഞിട്ട് അവളെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് കരുതിയാണെങ്കിൽ ഞാൻ ചത്ത് കളയും കേട്ടോ എന്ന് പറയും. ത്തിൻ്റെ ഭാഗത്ത് ഉളിയെ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ രാജേട്ടൻ പറയും, മോളെ കളിക്കല്ലേ, അത് മൂർച്ചയുള്ളതാണ്, എടുത്തിട്ട് മാറ്റുക എന്ന് പറയും. അപ്പോൾ വിക്രം ചോദിക്കാൻ, ഇത്രയും നാളത്തെ സ്നേഹവും പ്രേമോ, ആര് നിന്നെ സ്നേഹിച്ചു, ഞാനോ? ഇങ്ങടുത്ത് എനിക്ക് എന്താ പ്രേമോ എന്ന് വിക്രം ചോദിക്കും. എന്താ പ്രേമമില്ലേ എന്ന്, ഞാൻ ചാവുന്നതിന് മുമ്പ് നിങ്ങളെയും കൊന്നിട്ടേ ചാവുകയുള്ളൂ എന്ന് പറഞ്ഞ് വിക്രത്തിൻ്റെ നേരെ കഴുത്തിൽ ഉളി വെക്കുന്നത് കാണിക്കുകയാണ്. ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഭാഗം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.